ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ്. അതിലെ 7th ചാപ്റ്റർ എർത്ത് ആൻഡ് ബയോസ്ഫിയർ, ഭൂമിയും ജീവലോകവും. ഈ ചാപ്റ്ററിൽ നിന്നുള്ള സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് ബയോസ്ഫിയറിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ള 3 സ്ഫിയേഴ്സിനെ കുറിച്ചാണ്. ഏതൊക്കെയായിരുന്നു? ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. അതിൽ ലിത്തോസ്ഫിയർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ ലാൻഡ് ഫോംസ് ആണ്. ഹൈഡ്രോസ്ഫിയർ വാട്ടർ, അറ്റ്മോസ്ഫിയർ എയർ. ലിത്തോസ്ഫിയർ എന്താണെന്ന് പറഞ്ഞു? എർത്തിൻ്റെ സർഫസിൽ കാണുന്ന എല്ലാ ലാൻഡ് ഫോംസും, കരഭാഗങ്ങളെല്ലാം, അതുപോലെ സമുദ്രത്തിനടിയിൽ കാണുന്ന ലാൻഡ് ഫോംസും ലിത്തോസ്ഫിയറിലാണ് വരുന്നത്. അപ്പോൾ സോയിൽ ലിത്തോസ്ഫിയറിലാണ് വരുന്നത്. അപ്പോൾ സോയിൽ കൺസർവേഷൻ എന്താണ്? സോയിൽ എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് മൂലം പൊല്യൂട്ടഡ് ആകുന്നത്, അത് മനുഷ്യ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു, അതുപോലെ സോയിൽ കൺസർവേഷന് വേണ്ടി എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം, അല്ലേ? അപ്പോൾ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ കരമണ്ഡലം കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോസ്ഫിയർ അല്ലെങ്കിൽ ജലമണ്ഡലം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ എർത്തിൽ 2/3 ഭാഗമാണ് വാട്ടർ എന്ന് പറയുന്നത്, അല്ലേ? 2/3 ഭാഗം വാട്ടറാണ്. എന്നാൽ അതിൽ 3% മാത്രമാണ് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫ്രഷ് വാട്ടർ 3%. ബാക്കി 97% സലൈൻ വാട്ടർ, ഉപ്പുവെള്ളമാണ്, സമുദ്രജലമാണ്, അല്ലേ? ഈ ഫ്രഷ് വാട്ടർ 3% ഉണ്ടെങ്കിലും അതിൽ 1% താഴെ മാത്രമേ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നുള്ളൂ. കാരണം എന്താണ്? നമുക്കറിയാം വാട്ടറിൻ്റെ 3 സ്റ്റേറ്റ്സ്, വാട്ടറിൻ്റെ 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്സ്, അല്ലേ? ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, പിന്നെന്താണ്? വാതകാവസ്ഥ. Water in liquid state is found in oceans, rivers, lakes and streams on the earth's surface and below it as well. ഈ സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായൽ, അരുവികൾ, അതുപോലെ എർത്ത് സർഫസിന് അടിയിലും വാട്ടർ ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. വാട്ടർ ലിക്വിഡ് ഫോമിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് വാട്ടർ ലിക്വിഡ് ഫോമിൽ കാണുന്നത്? ഓഷൻസ്, റിവേഴ്സ്, ലേക്സ്, പോൺസ്, വെൽസ്, അങ്ങനെ ഒരുപാട് പറയാം, അല്ലേ? എന്നാൽ പോളാർ റീജിയൻസിലും ധ്രുവപ്രദേശങ്ങളിലും ഉയരമുള്ള പർവ്വതങ്ങളുടെ മുകളിലും വാട്ടർ എങ്ങനെയാണ് കാണപ്പെടുന്നത്? സോളിഡ് ഫോം ആയിട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, ധ്രുവപ്രദേശങ്ങളിലൊക്കെ മഞ്ഞ് മൂടി കിടക്കും, അത് ഐസ് ഫോമാണ്, അല്ലേ? വാട്ടറിൻ്റെ സോളിഡ് ഫോമായ ഐസായിട്ടാണ് കാണുന്നത്. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ മുകളിൽ വാട്ടർ ഏത് ഫോമിലാണ്? സോളിഡ് ഫോമിലാണ്. എന്നാൽ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ എങ്ങനെയാണ് കാണുന്നത്? വാട്ടർ വേപ്പർ ആൻഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, അല്ലേ? ജലബാഷ്പമായോ ജലത്തുള്ളികളായോ ആണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. അത് ഗ്യാഷ്യസ് ഫോമാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ വാട്ടറിൻ്റെ വാതകാവസ്ഥയിൽ കാണുന്നു. ധ്രുവപ്രദേശങ്ങളിലും പർവ്വതങ്ങളുടെ ഉയരങ്ങളിലും ജലത്തിൻ്റെ ഖരാവസ്ഥയിൽ അല്ലെങ്കിൽ സോളിഡ് ഫോമിൽ കാണുന്നു. നദികൾ, അരുവികൾ, അതുപോലെ റിവർ, വെൽ, ഇതിലൊക്കെ വാട്ടർ ലിക്വിഡ് ഫോമിൽ കാണുന്നു. അപ്പോൾ വാട്ടറിൻ്റെ 3 സ്റ്റേറ്റ്സ് ഉണ്ട്: സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഈ ഓരോ ഫോമിലും വാട്ടർ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് മനസ്സിലായല്ലോ. വാട്ടർ എർത്ത് സർഫസിൽ ഈ 3 ഫോംസിലും കാണപ്പെടുന്നതിനെയാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഹൈഡ്രോസ്ഫിയർ ജലവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ സോളിഡ് ഫോമിൽ വാട്ടർ കാണാം, ലിക്വിഡ് ഫോമിൽ കാണാം, ഗ്യാഷ്യസ് ഫോമിൽ കാണാം. അപ്പോൾ ഇതെല്ലാം അടങ്ങിയതാണ് ഹൈഡ്രോസ്ഫിയർ. അപ്പോൾ 3% ഫ്രഷ് വാട്ടർ ആണെങ്കിലും അത് സോളിഡ് ഫോമിലും അറ്റ്മോസ്ഫിയറിൽ ഗ്യാഷ്യസ് ഫോമിലൊക്കെ കാണപ്പെടുന്നുണ്ട്. അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് 3% നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വാട്ട് ഈസ് ഹൈഡ്രോസ്ഫിയർ? വാട്ടർ ഫൗണ്ട് ഓൺ ദ എർത്ത് ഇൻ ദ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് ഫോംസ് ആർ കോൾഡ് ഹൈഡ്രോസ്ഫിയർ. എർത്ത് സർഫസിൽ സോളിഡ് ഫോമിലും ലിക്വിഡ് ഫോമിലും ഗ്യാഷ്യസ് ഫോമിലും കാണുന്ന വാട്ടർ എല്ലാം ചേർന്നതാണ് ഹൈഡ്രോസ്ഫിയർ. ഇനി ഹൈഡ്രോസ്ഫിയറിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ലിക്വിഡ് ഫോമിൽ വാട്ടർ കാണപ്പെടുന്നത് എവിടെയാണ്, സോളിഡ് ഫോമിൽ എവിടെയാണ്, ഗ്യാഷ്യസ് ഫോമിൽ എവിടെയാണ്. അത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തരാം. ഹൗ മച്ച് പോർഷൻ ഓഫ് ദ സർഫസ് ഓഫ് ദ എർത്ത് കണ്ടെയ്ൻസ് വാട്ടർ? എത്രയാണ്? 2/3 ഓഫ് ദ സർഫസ് ഓഫ് ദ എർത്ത്. എർത്ത് സർഫസിൽ 2/3 ഭാഗമാണ് വാട്ടർ. ദ പെർസെൻറ്റേജ് ഓഫ് ഫ്രഷ് വാട്ടർ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് 3%. ഫ്രഷ് വാട്ടറിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 3%. Although 2/3 of the Earth's surface contains water, what is the percentage of drinking water? എർത്ത് സർഫസിൽ 2/3 വാട്ടർ എന്ന് പറഞ്ഞു. അതിൽ ഡ്രിങ്കിങ് വാട്ടർ എത്ര ശതമാനമാണ്? കുടിവെള്ളം എത്ര ശതമാനമാണ്? 1%. വാട്ട് ആർ ദ 3 സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ 3 സ്റ്റേറ്റ്സ്, അവസ്ഥകൾ ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്സ്.
ഖരം, ദ്രാവകം, വാതകം. നെയിം ദ സോഴ്സസ് ഓഫ് വാട്ടർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൽ വാട്ടർ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ഓഷൻസ്, റിവേഴ്സ്, ലേക്സ്, സ്ട്രീംസ്, പോൺസ് ആൻഡ് വെൽസ്. ഇൻ വിച്ച് സ്റ്റേറ്റ് വാട്ടർ ഫൗണ്ട് ഇൻ പോളാർ റീജിയൻസ്. ധ്രുവ പ്രദേശങ്ങളിൽ വാട്ടർ ഏത് ഫോംസിലാണ് കാണപ്പെടുന്നത്? ഇൻ സോളിഡ് സ്റ്റേറ്റ്. മനസ്സിലായോ? വാട്ടർ ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ്. ഇൻ വിച്ച് സ്റ്റേറ്റ് വാട്ടർ എക്സിസ്റ്റ് ഇൻ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ വാട്ടർ ഏത് ഫോമിലാണ് കാണുന്നത്? ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. ഗ്യാഷ്യസ് ഫോമിലാണ് കാണപ്പെടുന്നത്. ഏത് ഫോമിലാണ്? ജലത്തുള്ളികളായോ ജലബാഷ്പമായോ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു. വെയർ ഈസ് വാട്ടർ ഫൗണ്ട് ഇൻ ദ സോളിഡ് ഫോം ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. എർത്ത് സർഫസിൽ വാട്ടർ സോളിഡ് ഫോമിൽ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ഇൻ ദ പോളാർ റീജിയൻസ് ആൻഡ് എറ്റോപ്പ് ഹൈ മൗണ്ടൻസ്. ധ്രുവ പ്രദേശങ്ങളിലും ഉയരമുള്ള പർവ്വതങ്ങളുടെ മുകളിലും. മനസ്സിലായല്ലോ? വാട്ടർ സ്കാഴ്സിറ്റി, അതായത് ജലദൗർലഭ്യം നേരിടാൻ കാരണമാകുന്ന പല പ്രവർത്തനങ്ങളും മനുഷ്യരുടെ ഇടയിൽ നിന്നുണ്ടാകാറുണ്ട് അല്ലേ? ശുദ്ധജല സ്രോതസ്സുകളെല്ലാം മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മലിനമാവുകയാണ്. അതുപോലെ അശാസ്ത്രീയമായ രീതിയിൽ മനുഷ്യൻ ഇടപെടുന്നത് ജലത്തിൻ്റെ സ്രോതസ് ഇല്ലാതാകാൻ കാരണമാകുന്നു. അപ്പോൾ ഒരു പ്രോജക്റ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഇതുപോലെ ഫ്രഷ് വാട്ടർ സോഴ്സസ് പൊല്യൂട്ടഡ് ആകുന്നുണ്ടോ എങ്കിൽ എങ്ങനെയൊക്കെയാണ് അവ മലിനമാക്കപ്പെടുന്നത്? ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാനാണ്. ഈ പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ വേണം അതിൽ? ദ പ്രോജക്റ്റ് ഷുഡ് ഇൻക്ലൂഡ് മേജർ സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ ദ റീജിയൻ, സോഴ്സസ് ഓഫ് പൊല്യൂഷൻ, ഇഫക്ട്സ് ഓഫ് പൊല്യൂഷൻ ഓൺ മാൻ ആൻഡ് അതർ അനിമൽസ്, സൊല്യൂഷൻസ്. എന്തൊക്കെ വേണം? ഫ്രഷ് വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ്? പൊല്യൂഷൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ്? ഇത് മനുഷ്യനെയും മറ്റുള്ള അനിമൽസിനെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നു? അതിനുള്ള സൊല്യൂഷൻസ്, പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇതിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തരാം. നിങ്ങളത് പ്രോജക്റ്റ് ആക്കുമ്പോൾ എന്താണ്? ഓരോ പാരഗ്രാഫായിട്ട് എഴുതുക. പ്രോജക്റ്റ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതണം. എന്തിനെ പറ്റിയുള്ള പ്രോജക്റ്റാണ്? എന്താണ്? നമ്മുടെ ഫ്രഷ് വാട്ടർ സോഴ്സസും അതിൻ്റെ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്. ഇതാണ് സബ്ജക്റ്റ് അല്ലേ? ഫ്രഷ് വാട്ടർ സോഴ്സസ്, പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് ആണ്. മേജർ സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ ദ റീജിയൻ. അത് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ഏതൊക്കെയാണ് ഫ്രഷ് വാട്ടർ സോഴ്സസ്? റിവേഴ്സ്, ലേക്സ്, സ്ട്രീംസ്, വെൽസ്, പിന്നെന്താ? അണ്ടർഗ്രൗണ്ട് വാട്ടർ ആൻഡ് റെയിൻ അല്ലേ? ഇത്രയും നമുക്ക് ഫ്രഷ് വാട്ടർ സോഴ്സസ് ആക്കി എഴുതാം. അടുത്ത് സോഴ്സസ് ഓഫ് പൊല്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിക്ടേഴ്സ് ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റിയായി തന്നു. ഹൗ വാട്ടർ സോഴ്സസ് ബിക്കം പൊല്യൂട്ടഡ്. എങ്ങനെയാണ് വാട്ടർ സോഴ്സസ് പൊല്യൂട്ടഡ് ആകുന്നത്? എങ്ങനെയാണെന്ന് പറയാം. പൊല്യൂഷൻ ഫ്രം ഫാക്ടറീസ്, ഹൗസസ് ആൻഡ് മാർക്കറ്റ്സ് റീച്ച്ഡ് വാട്ടർ സോഴ്സസ്. ഫാക്ടറിയിൽ നിന്നും വീടുകളിൽ നിന്നും അതുപോലെ മാർക്കറ്റ്സിൽ നിന്നുമുള്ള പൊല്യൂഷനൊക്കെ വാട്ടർ സോഴ്സസിലെത്തുന്നു. അതുപോലെ എന്താണ്? ഗ്യാസസ് ഗിവൺ ഔട്ട് ബൈ ബേണിംഗ് പെട്രോളിയം പ്രോഡക്ട്സ്, കോൾ ആൻഡ് ഫയർവുഡ് പൊല്യൂട്ട് ദ അറ്റ്മോസ്ഫിയർ. പെട്രോളിയം പ്രോഡക്ട്സ് കത്തുമ്പോൾ, അതുപോലെ എന്താണ്? കൽക്കരി, ഫയർവുഡ്, വിറകുകൾ കത്തുമ്പോൾ, ഇതെല്ലാം കത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലെത്തുന്നു. ഈ അറ്റ്മോസ്ഫിയറിലെത്തുമ്പോൾ അതിലുള്ള പോയിസണസ് ഗ്യാസസ് എവിടെ എത്തും? മഴവെള്ളത്തിലൂടെ ജലാശയങ്ങളിൽ എത്തിച്ചേരും. മനസ്സിലായോ? ഈ പെട്രോളിയം, കൽക്കരി, വിറക് ഇതെല്ലാം കത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന പോയിസണസ് ഗ്യാസസ്, വിഷകരമായ വാതകങ്ങൾ റെയിൻ വാട്ടറിലൂടെ വാട്ടർ സോഴ്സസിലെത്തുന്നു. അങ്ങനെ ഫ്രഷ് വാട്ടർ എന്താകും? പൊല്യൂട്ടഡ് ആകും. മനസ്സിലായല്ലോ? അപ്പോൾ ഹൗ വാട്ടർ സോഴ്സസ് ബിക്കം പൊല്യൂട്ടഡ്. പൊല്യൂഷൻ ഫ്രം ഫാക്ടറീസ്, ഹൗസസ് ആൻഡ് മാർക്കറ്റ്സ് റീച്ചസ് വാട്ടർ സോഴ്സസ്. ഗ്യാസസ് ഗിവൺ ഔട്ട് ബൈ ബേണിംഗ് പെട്രോളിയം പ്രോഡക്ട്സ്, കോൾ ആൻഡ് ഫയർവുഡ് പൊല്യൂട്ട് ദ അറ്റ്മോസ്ഫിയർ. The poisonous gases in them reach water sources through rainwater. Thus our fresh water is polluted in many ways. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തെന്താണ്? ഇഫക്ട്സ് ഓഫ് പൊല്യൂഷൻ ഓൺ മാൻ ആൻഡ് അതർ അനിമൽസ്. ഈ പൊല്യൂഷൻ്റെ ഇഫക്ട്സ് മനുഷ്യരിലും മറ്റു മൃഗങ്ങളിലും എങ്ങനെയാണ്? ആസ് ഡ്രിങ്കിങ് വാട്ടർ ഈസ് പൊല്യൂട്ടഡ്, മാൻ ആൻഡ് അനിമൽസ് സഫർ ഫ്രം മെനി ഡിഫിക്കൽട്ടീസ്. മെനി ഡിസീസസ് സ്പ്രെഡ് ത്രൂ പൊല്യൂട്ടഡ് വാട്ടർ. ഇനി അതിനുള്ള സൊല്യൂഷൻസ്. വാട്ട് ആർ ദ മെത്തേഡ്സ് ടു റെഡ്യൂസ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? പീപ്പിൾ ക്യാൻ ടേക്ക് മെനി സ്റ്റെപ്സ് ടു സോൾവ് ദ പ്രോബ്ലംസ്. ദേ ക്യാൻ ടേക്ക് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് പൊല്യൂഷൻ ഫ്രം റീച്ചിങ് വാട്ടർ സോഴ്സസ്. മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പൊല്യൂഷൻ തടയാൻ ചെയ്യാൻ കഴിയും. വാട്ടർ സോഴ്സസിൽ മാലിന്യങ്ങൾ എത്താതെ അവർക്ക് അതിനുള്ള വഴികൾ കണ്ടെത്താൻ കഴിയും. അതുപോലെ ന്യൂ ടെക്നോളജി ഷുഡ് ബി ഡെവലപ്ഡ് ടു ഡിസ്ട്രോയ് പൊല്യൂഷൻ ഫ്രം ഫാക്ടറീസ്, ഹൗസസ്, വെഹിക്കിൾസ് ആൻഡ് മാർക്കറ്റ്സ്.
ഫാക്ടറികളിൽ നിന്നും, വീടുകളിൽ നിന്നും, അതുപോലെ വാഹനങ്ങൾ, മാർക്കറ്റ്, ഇവിടെ നിന്നൊക്കെയുള്ള മാലിന്യങ്ങൾ പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ച് നശിപ്പിക്കണം. അതുപോലെ ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദ പീപ്പിൾ റിഗാർഡിംഗ് ദ നീഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ഫ്രഷ് വാട്ടർ സോഴ്സസ്. ഫ്രഷ് വാട്ടർ സോഴ്സസ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകതയെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുക. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ വാട്ടർ പൊല്യൂഷൻ തടയാൻ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഓരോ പാരഗ്രാഫായിട്ട് എഴുതി നിങ്ങൾ ആ പ്രോജക്റ്റ് പൂർത്തിയാക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടത് സയൻറ്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ മാനേജ്മെൻറ്റ്, ശാസ്ത്രീയമായ രീതിയിലുള്ള ജലപരിപാലനം. നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാം? സയൻറ്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ മാനേജ്മെൻറ്റ്. പ്രൊമോട്ട് ടെറസ്ഡ് ഫാമിംഗ്, ടെറസ് കൃഷി പ്രൊമോട്ട് ചെയ്യണം. ആ പിക്ചറിൽ നോക്കൂ, തട്ട് തട്ടായി തിരിച്ച് കൃഷി ചെയ്യും. അങ്ങനെയാകുമ്പോൾ മഴവെള്ളം ഒലിച്ചു പോകില്ല. മനസ്സിലായോ? പ്രൊമോട്ട് ടെറസ്ഡ് ഫാമിംഗ്. കൾട്ടിവേറ്റ് ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ് ഇൻസ്റ്റെഡ് ഓഫ് ക്രോപ്സ് ലൈക്ക് കോക്കനട്ട് ആൻഡ് അരക്കനട്ട് ദാറ്റ് ഹാവ് ഫൈബ്രസ് റൂട്ട്സ് എലോങ് ദ റോക്കി ഹിൽ സ്ലോപ്സ് വിത്ത് ഷാലോ സോയിൽ. പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ പ്രദേശങ്ങളിൽ, ഷാലോ സോയിൽ, മണ്ണിന് ആഴമില്ലാത്ത പ്രദേശങ്ങളിൽ തെങ്ങിനും കവുങ്ങിനും പകരം, അതൊക്കെ ഫൈബ്രസ് റൂട്ട്സോട് കൂടിയ മരങ്ങളാണ്. അതിനു പകരം നല്ല ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന, സ്ഥായിയായി നിൽക്കുന്ന ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ് വച്ച് പിടിപ്പിക്കണം. അടുത്തെന്താ? ഇൻസ്റ്റെഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ലോക്കലി അവൈലബിൾ റോക്സ് ആൻഡ് വുഡ് ടു ക്രിയേറ്റ് ചെക്ക് ഡാം എലോങ് ഹിൽ സ്ലോപ്സ്. ഹിൽ സ്ലോപ്സ് അതായത് മലഞ്ചെരിവുകളിൽ കോൺക്രീറ്റ് ഡാംസിനു പകരം, കോൺക്രീറ്റ് തടയണകൾക്ക് പകരം അവിടെ കിട്ടുന്ന കല്ലുകളോ അല്ലെങ്കിൽ തടിയോ ഉപയോഗിച്ച് തടയണകൾ നിർമ്മിക്കണം. കൺസ്ട്രക്ട് എർത്തേൺ വാൾസ് ഫോർ സോയിൽ കൺസർവേഷൻ. സോയിൽ സംരക്ഷിക്കാൻ വേണ്ടി മണ്ണൊലിച്ചു പോകാതിരിക്കാൻ മണ്ണുകൊണ്ടുള്ള കയ്യാലകൾ നിർമ്മിക്കുക, എർത്തേൺ വാൾസ്. അവോയ്ഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആൻഡ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ലൈക്ക് ടപ്പിയോക്ക, യാം എക്സെട്ര ഓൺ സ്റ്റീപ്പ് സ്ലോപ്സ് സിൻസ് ദീസ് ക്രോപ്സ് റിക്വയർ ഫ്രീക്വൻറ്റ് ടില്ലിംഗ്. ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മരിച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നത് ഒഴിവാക്കുക. അതുകൊണ്ട് ചരിവുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്യാതിരിക്കുക. പിന്നെന്ത് ചെയ്യണം? പ്ലാന്റ് ട്രീസ് ഓൺ ബാരൻ ലാൻഡ്. തരിശായ ഇടങ്ങളിൽ മരങ്ങൾ വച്ചു പിടിപ്പിക്കണം. മനസ്സിലായോ? പ്ലാന്റ് ട്രീസ് ഓൺ ബാരൻ ലാൻഡ്. ഡു നോട്ട് ഡംപ് ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ ടു വാട്ടർ ബോഡീസ്. ജലാശയങ്ങളിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റോ അതുപോലെ ഹൗസ് ഹോൾഡ് വേസ്റ്റോ ഒഴുക്കി വിടാതിരിക്കുക. പ്രൊട്ടക്ട് പാഡി ഫീൽഡ്സ്, പോണ്ട്സ്, ലേക്സ് ആൻഡ് റിവർ ബാങ്ക്സ് ഫ്രം റിക്ലമേഷൻ. എന്താണ് പറയുന്നത്? വയലുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, നദീതടങ്ങൾ എന്നിവ മണ്ണിട്ട് നികത്താതെ സംരക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് വാട്ടർ മാനേജ്മെൻറ്റിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെ പറയാം? വാട്ട് ആർ ദ സയൻറ്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ മാനേജ്മെൻറ്റ്? പ്രൊമോട്ട് ടെറസ്ഡ് ഫാമിംഗ്, കൾട്ടിവേറ്റ് ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ് ഇൻസ്റ്റെഡ് ഓഫ് ക്രോപ്സ് ലൈക്ക് coconut and arachid that have fibrous roots along the rocky hill slopes with shallow soil. Instead of concrete, use locally available rocks and wood to create check dam along hill slopes. Construct earthen walls for soil conservation. Avoid construction activities and cultivation of crops like tapioca, yam, etc. on steep slopes since these crops require frequent tilling. Plant trees on barren land. Do not dump household and industrial waste into water bodies. Protect paddy fields, ponds, lakes and river banks from reclamation. മനസ്സിലായല്ലോ? ഈ ആക്ടിവിറ്റീസൊക്കെ നിങ്ങളുടെ പ്രദേശത്ത് നടക്കുമോ എന്ന് നിങ്ങൾ അതിശയിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ റലേഖാൻ സിറ്റിയിലെ ഒരു സക്സസ് സ്റ്റോറി നിങ്ങൾ വായിച്ചു നോക്കൂ. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ഡിസ്ട്രിക്റ്റാണ്. അവിടുത്തെ റലേഖാൻ സിറ്റി എന്ന ചെറിയൊരു വില്ലേജാണ്. അവിടുത്തെ ആവറേജ് റെയിൻഫോൾ, വാർഷിക മഴ, അതായത് ഒരു വർഷം കിട്ടുന്ന ആവറേജ് റെയിൻഫോൾ 50 സെൻറ്റിമീറ്റർ താഴെയും, അതെന്താണ്, വല്ലപ്പോഴുമാണ് കിട്ടുന്നത്. അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ എങ്ങനെയാണ്? 20 മീറ്ററിലധികം താഴെയാണ്. അതുപോലെ വേനൽ ആരംഭിക്കുന്നതോടെ വറ്റുന്ന കിണറുകൾ, കടുത്ത ജലക്ഷാമം, ഉയർന്ന തോതിലുള്ള മണ്ണൊലിപ്പ്, സസ്യാവരണമില്ലായ്മ, മഴയെ മാത്രം ആശ്രയിക്കുന്നതിനാൽ സ്ഥിരതയില്ലാത്ത കാർഷിക വിളവ്, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഇതൊക്കെയായിരുന്നു 1975 മുൻപുള്ള റലേഖാൻ സിറ്റിയിലെ ചരിത്രം. മനസ്സിലായോ? എന്തൊക്കെയാണ്? മഴയില്ല, പിന്നെന്താണ്? കടുത്ത ജലക്ഷാമം, വറ്റുന്ന കിണറുകൾ. ശ്രീ ബാബുറാവ് ഹസാരെ, ഹു റിട്ടയർഡ് ഫ്രം മിലിറ്ററി സർവീസസ് ഇൻ 1975, ഓർഗനൈസ്ഡ് ദ വില്ലേജ് യൂത്ത് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് റലേഖാൻ സിറ്റി. 1975 സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ
ശ്രീ ബാബുറാവ് ഹസാരെ ഗ്രാമീണരായ യുവാക്കളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ വികസനത്തിനായി മുന്നിട്ടിറങ്ങി. എന്തൊക്കെയാണ് അവർ ചെയ്തത്? കാർഷിക വൃത്തി പരിപോഷിപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഒപ്പം കൃഷി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിനും അവ കൂട്ടായി ചർച്ച ചെയ്യുന്നതിനും ശ്രമിച്ചു. ഇറ്റ് വാസ് ദെൻ ഡിസൈഡഡ് ടു കൾട്ടിവേറ്റ് ഓണിയൻ ഇൻസ്റ്റെഡ് ഓഫ് ഷുഗർ കെയിൻ വിച്ച് റിക്വയർ മോർ വാട്ടർ. കൂടുതൽ ജലം ആവശ്യമുള്ള കരിമ്പ് കൃഷിക്ക് പകരം സവാള കൃഷി ആരംഭിക്കാൻ തുടങ്ങി. ദേ ഡിസ്കറേജ്ഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് പ്രൈവറ്റ് വെൽസ്. സ്വകാര്യ കിണറുകൾക്ക് പകരം പൊതു കിണറുകൾ നിർമ്മിക്കുന്നത് പ്രോത്സാഹിപ്പിച്ചു. പിന്നെ എന്ത് ചെയ്തു? ടുഡേ ദ വില്ലേജ് ഹാസ് 7 പബ്ലിക് വെൽസ് ആൻഡ് പ്ലെൻറ്റി ഓഫ് വാട്ടർ. ഇന്നെന്താണ്? ആ വില്ലേജിൽ 7 പബ്ലിക് വെൽസും ധാരാളം വാട്ടറുമുണ്ട്. അതുപോലെ ഗ്രാമത്തിൽ എവിടെയും വെള്ളമെത്തിക്കാനുള്ള ചെറുകിട ഇറിഗേഷൻ പ്രോജക്ട്സ്, ജലസേചന പദ്ധതികളും അവർക്കുണ്ട്. സോയിൽ കൺസർവേഷൻ ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് ദെയർ ലൈഫ്. മണ്ണ് സംരക്ഷണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. അവർ ഗ്രാമത്തിലുടനീളം ധാരാളം മരങ്ങൾ വച്ച് പിടിപ്പിച്ചു. അതുപോലെ ഇൻ്റർമീഡിയറ്റ് കോളേജ്, സ്കൂൾസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ മറ്റുള്ള സൗകര്യങ്ങളെല്ലാമായി. നൗ റലേൻഖാൻ സിറ്റി ഈസ് എ സ്റ്റോറി ഓഫ് സക്സസ്. ഇത്രയുമാണ് ഹൈഡ്രോസ്ഫിയർ അഥവാ ജലമണ്ഡലത്തിൽ വരുന്നത്. ഇനി നമുക്ക് അറ്റ്മോസ്ഫിയർ കൂടി നോക്കാം. വായുമണ്ഡലം അല്ലേ? അറ്റ്മോസ്ഫിയർ ഈസ് എ ലെയർ ഓഫ് എയർ വിച്ച് പ്രൊട്ടക്ട് ദ എർത്ത് ലൈക്ക് എ ബ്ലാങ്കറ്റ്. എർത്തിനെ ഒരു ബ്ലാങ്കറ്റ് പോലെ പൊതിഞ്ഞു കാണപ്പെടുന്ന ലെയറാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അന്തരീക്ഷം. ഇൻ അഡീഷൻ ടു ഗ്യാസസ് ലൈക്ക് നൈട്രജൻ ആൻഡ് ഓക്സിജൻ, അറ്റ്മോസ്ഫിയർ ഓൾസോ കണ്ടെയ്ൻസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ വേപ്പർ. നൈട്രജൻ, ഓക്സിജൻ ഇതുപോലുള്ള ഗ്യാസിന് പുറമെ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? പൊടിപടലങ്ങൾ, അതുപോലെ വാട്ടർ വേപ്പർ, ജലബാഷ്പം. എനിത്തിങ് ദാറ്റ് ബ്രിങ്സ് ചേഞ്ചസ് ടു ദ നാച്ചുറൽ കോമ്പോസിഷൻ ഓഫ് എയർ ഈസ് പൊല്യൂട്ടൻ. എയറിൻ്റെ നാച്ചുറൽ കോമ്പോസിഷന് മാറ്റം വരുത്തുന്ന ഏതൊന്നിനെയും പൊല്യൂട്ടൻ്റ് എന്ന് പറയാം. എയർ ഈസ് എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ ദ എർത്ത്. എർത്തിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ എയർ വേണം അല്ലേ? ഫ്രം ദ ഡയഗ്രാം ഗിവൺ ബിലോ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് വേയ്സ് ബൈ വിച്ച് അറ്റ്മോസ്ഫിയർ ഈസ് യൂസ്ഫുൾ ടു അസ്. അറ്റ്മോസ്ഫിയർ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഉപകാരപ്പെടുന്നതെന്ന് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാം. എങ്ങനെയൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. അതുപോലെ എന്താണ്? ഓക്സിജൻ. ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ? പ്രൊട്ടക്ഷൻ ഫ്രം ഹാംഫുൾ അൾട്രാവയലറ്റ് ആൻഡ് ഗാമ റേസ്. ദോഷകരമായ അൾട്രാവയലറ്റ് റേസിൽ നിന്നും ഗാമ റേസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. റീസൺസ് ഫോർ ക്ലൈമാറ്റിക് ഫിനോമിന ലൈക്ക് റെയിൻ ആൻഡ് സ്നോ. മഴയും മഞ്ഞുമൊക്കെ ഉണ്ടാകാൻ കാരണം അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ വാട്ട് ഈസ് അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയർ ഈസ് എ ലെയർ ഓഫ് എയർ വിച്ച് പ്രൊട്ടക്ട്സ് ദ എർത്ത് ലൈക്ക് എ ബ്ലാങ്കറ്റ്. Atmosphere is essential for the existence of life on the earth. What are the components in the atmosphere? Atmosphere contains gases like nitrogen, oxygen and carbon dioxide. It also contains dust particles and water vapor. ഇനി how is atmosphere useful to us? എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ നമുക്ക് യൂസ്ഫുൾ ആകുന്നത്? Provides carbon dioxide required for plants, provides oxygen, protection from harmful ultraviolet and gamma rays, reasons for climatic phenomena like rain and snow. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഓഫ് മാൻ ദാറ്റ് ലീഡ് ടു എയർ പൊല്യൂഷൻ? മനുഷ്യരുടെ ഏത് ആക്ടിവിറ്റീസാണ് എയർ പൊല്യൂഷന് കാരണമാകുന്നത്? ഏതൊക്കെയാണ്? ഗ്യാസസ് യൂസ്ഡ് ഇൻ റെഫ്രിജറേറ്റേഴ്സ്. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന ഗ്യാസസ് അത് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. സ്മോക്ക് എമിഷൻ ഓഫ് വെഹിക്കിൾസ്. വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്മോക്ക്, പുക. അതുപോലെ സ്മോക്ക് ദാറ്റ് കംസ് വെൻ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആർ ബേൺഡ്. പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക. പിന്നെ എന്ത് പറയാം? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ് ആഡ് എയർ പൊല്യൂഷൻ. മനസ്സിലായോ? ഇനി മെത്തേഡ്സ് ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? സ്ട്രിക്റ്റ് ലോസ് ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ ഇൻ ഫാക്ടറീസ്, ഹോസ്പിറ്റൽസ്, മാർക്കറ്റ്സ് ആൻഡ് ഹൗസസ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ്. ഹൗസിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ ഫാക്ടറീസിൽ നിന്നുള്ള എയർ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ വെൻ ഇൻഡസ്ട്രീസ് ആർ സ്റ്റാർട്ടഡ് പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ്. ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് നടപ്പിലാക്കണം. മെഷേഴ്സ് ടു റെഡ്യൂസ് പൊല്യൂഷൻ ഫ്രം വെഹിക്കിൾ ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് ഇഫക്റ്റീവ്ലി. വാഹനങ്ങളിൽ നിന്നുള്ള പുക കുറയ്ക്കാനുള്ള മെഷേഴ്സ് എടുക്കണം. ഫാർമേഴ്സ് ഷുഡ് ബി യൂസ് മോർ ബയോ ഫെർട്ടിലൈസേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് പകരം ഫാർമേഴ്സ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. ഓക്സിജൻ പാർലേഴ്സ്. ഫോർ മെനി ഇയേഴ്സ് ദിസ് ഫെസിലിറ്റി ഹാസ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് ഇൻ ജപ്പാൻ.
Those who enter this parlor can breathe clean fresh air. Delhi city has huge machines which pump fresh air into the atmosphere. വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ നിലനിന്നിരുന്ന ഒരു സൗകര്യമാണ് ഓക്സിജൻ പാർലേഴ്സ് എന്ന് പറയുന്നത്. ഈ പാർലറിൽ കയറുന്നവർക്ക് ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാം. ഡൽഹി സിറ്റിയിൽ ഇതുപോലെ അറ്റ്മോസ്ഫിയർ പമ്പ് ചെയ്യാനായി ലാർജ് മെഷീൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചത് ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ആണ്. കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.